ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴുണ്ടല്ലോ ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ ഞാനിങ്ങനെ കമൻറ്റ്സ് കാണാറുണ്ട്, എങ്ങനെ അമേരിക്കയിലോട്ട് വരാൻ പറ്റും, അതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദോസ് ഹു വാണ്ട് ടു കം ടു USA. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം. കുറച്ചുകൂടെ ഒരു 2-3 മാസം മുന്നേയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടെല്ലാം പറയാമായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടുത്തെ പ്രസിഡന്റ് മാറിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഡൊണാൾഡ് ട്രംപ് ആണ് പുതിയ പ്രസിഡന്റ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. എങ്കിലും കോമൺ ആയിട്ടുള്ള ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പം നിലവിൽ ഇവിടെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, നമുക്ക് PR പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്ത് നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് അവിടെ പോയി നമുക്ക് ജോലി നോക്കാനും PR കിട്ടിപ്പോവാനും അങ്ങനെയൊക്കെ ഉള്ള സ്കോപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അമേരിക്കയിൽ നമുക്ക് അങ്ങനെ PR കിട്ടി അങ്ങനെ വരാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ കാർഡാണ്. ഗ്രീൻ കാർഡ് എങ്ങനെ കിട്ടുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നില്ലേ നിങ്ങൾ ഇവിടെ ഗ്രീൻ കാർഡ് ഉള്ള ഒരാളെ കല്യാണം കഴിക്കണം, ഗ്രീൻ കാർഡ് ഓർ US സിറ്റിസൺ ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലി വിസ എന്ന് പറയും. ഫാമിലി വിസ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരൻസോ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഇവിടെ അമേരിക്കയിൽ US സിറ്റിസൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പേര് ഗ്രീൻ കാർഡിന് വേണ്ടി ഫയൽ ചെയ്യാൻ പറ്റും. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് വരാൻ പറ്റും. കുറച്ച് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ അതൊക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷനൊക്കെ എക്സാക്ട്ലി എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി മോർ ദാൻ 5 years എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഈ 2 വഴികളാണ് ഗ്രീൻ കാർഡ് കിട്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗ്രീൻ കാർഡ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു US സിറ്റിസൺ തന്നെയാണ്. US സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വോട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വ്യത്യാസമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം, ബിസിനസ് ചെയ്യാം, നിങ്ങളെ ഇവിടുന്ന് ആരും ഇറക്കി വിടത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു പെർമനന്റ് റെസിഡൻസി തന്നെയാണ് ഗ്രീൻ കാർഡ്. ഇനിയിപ്പം അല്ലാണ്ട് ഇവിടെ വരാൻ പറ്റുന്ന വഴികൾ എന്ന് പറയുമ്പം ത്രൂ വിസകളാണ്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വിസ. അപ്പോൾ എല്ലാ വിസയെ കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള വിസകളെ കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാവേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ വിസയെക്കുറിച്ച് തന്നെ പറയാം. എൻ്റെ വിസ എന്ന് പറയുന്നത് J1 വിസ എന്ന് പറയും. J1 വിസ കൊടുക്കുന്നത് ഈസ് ഗിവൺ ടു റിസർച്ച് സ്കോളേഴ്സ്, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ PhD ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെ വരുന്നവർ, സ്റ്റുഡൻസ്, PhD റിസർച്ച് സ്കോളേഴ്സ്, പോസ്റ്റ് ഡോക്ടറൽ സ്കോളേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് J1 വിസ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ ഐ കംപ്ലീറ്റഡ് PhD ഫ്രം ഇന്ത്യ. നാട്ടിൽ നിന്ന് PhD കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ദാറ്റ് ഈസ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് വിസ. അങ്ങനെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി ഈസ് J1 വിസ. അപ്പം J1 വിസയുടെ ഇനിയിപ്പം ഡിപ്പെൻഡൻസ്. ഞാൻ ഡിപ്പെൻഡൻസ് ഉദ്ദേശിക്കുന്ന ആരെയാന്ന് വെച്ചാൽ, ഡിപ്പെൻഡൻസ് കാറ്റഗറി വരുന്നവർ നമ്മുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കള് ഹൂ ഈസ് യങ്ങർ ദാൻ 18 years old, 18 വയസ്സിന് താഴെയുള്ളവർ മക്കൾ. ഈ 2 ആൾക്കാരാണ് ഡിപ്പെൻഡൻസിന് ഉള്ളവർ. അല്ലാതെ നമ്മുടെ പേരൻസോ നമ്മുടെ സിബ്ലിങ്സോ ദേ ആർ നോട്ട് അവർ ഡിപ്പെൻഡൻസ്. സോ ഈ 2 കാറ്റഗറി ആൾക്കാരാണ് ഡിപ്പെൻഡൻസ്. സോ J1 ഡിപ്പെൻഡന്റിനെ പറയുന്നത് J2 എന്നാണ്. J2നെ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ പോരുന്നതിനൊപ്പം തന്നെ നമുക്ക് J2നെ കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോൾ J2ന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഡെഫിനറ്റ്ലി J2 ക്യാൻ വർക്ക് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് J2ന് ഒരു എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു EAD എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ J2ന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് J1 വിസയുടെ മെയിൻ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വിസ ഭയങ്കര കോമൺ ആയിട്ടുള്ള വിസ H1B വിസ. അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ആ വിസയെക്കുറിച്ച്. H1B വിസ ഇവിടെ അമേരിക്കയിൽ എനിക്കൊന്ന് 70% ഇന്ത്യക്കാരും അമേരിക്കയിൽ വന്നിരിക്കുന്നത് H1B വിസയിലായിരിക്കും. ഐ മീൻ ലൈക്ക് ലീഗലി വന്നിരിക്കുന്ന ആൾക്കാർ H1B വിസയിലായിരിക്കും. ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് ഇപ്പം IT മേഖലയിലൊക്കെ ഉള്ളവർക്ക് കൊടുക്കുന്ന വിസയാണ് H1B വിസ. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ സപ്പോസ് നിങ്ങൾ നാട്ടിലൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാന്ന് വെച്ചോ, ആ ഇൻഡസ്ട്രിക്ക് ഇവിടെ അമേരിക്കയിൽ ഓൺ സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ H1B വിസയ്ക്ക് വേണ്ടി നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ H1B വിസ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇവിടെ വർഷത്തിലൊരിക്കൽ H1B ലോട്ടറി എടുപ്പ് നടക്കും. എന്ന് വെച്ചാൽ നറുക്കെടുപ്പ്. അപ്പോൾ നറുക്കെടുത്തിട്ടാണ് H1B വിസ കിട്ടുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു സമയത്താണ്, ഈ ജനുവരി അവസാനമൊക്കെ ആകുമ്പോഴാണ് അതിനുള്ള സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ മാർച്ച് അവസാനത്തോടു കൂടിയാണ്
എല്ലാ വർഷവും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർച്ച് അവസാനത്തോടു കൂടി H1B ലോട്ടറിയുടെ റിസൾട്ട് വരും. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ ഇൻഡസ്ട്രി എന്നെ സ്പോൺസർ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് ലക്കില്ല, ഞാൻ കിട്ടിയില്ല. ഇത്തവണയും വീണ്ടും ഞാൻ എനിക്ക് വേണ്ടി ഐ ഹാവ് ഗിവൺ മൈ നെയിം. അറിയത്തില്ല കിട്ടുമോയെന്ന്. അപ്പം അങ്ങനെ H1B വിസ എന്ന് പറയുന്നത് ലോട്ടറി കിട്ടി വരുന്ന വിസയാണ് H1B വിസ. അപ്പോൾ എനിക്കൊന്ന് നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹമുള്ളവരായിരിക്കും ഇങ്ങോട്ട് US വരാൻ ആഗ്രഹമുള്ളവരല്ലോ ഈ വീഡിയോ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ നിന്ന് വരാനായിട്ട് വേറൊരു വഴി ഞാൻ നോക്കിയിട്ട് ഇതായിരിക്കും. ലൈക്ക് ഇപ്പം നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് അമേരിക്കയിൽ ഓൺ സൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ മൂവ് ടു അനദർ ഇൻഡസ്ട്രി, ഒരു മൾട്ടിനാഷണൽ ആയിട്ടുള്ള അമേരിക്കയിൽ ഓൺ സൈറ്റുള്ള ഒരു ഇൻഡസ്ട്രിയിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുക. അവിടെ നല്ലപോലെ പെർഫോം ചെയ്യുക. അപ്പം നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അവർക്ക് അവിടെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് തോന്നുവാണ് ഓക്കെ നിങ്ങളെ അമേരിക്കയിലോട്ട് വിടണം എന്ന് അവർക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോട്ടറിയിലോട്ട് എൻ്റർ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ നിലവിലുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. H1B ലോട്ടറി സിസ്റ്റത്തിനോട് ഡൊണാൾഡ് ട്രംപ്, ഇവിടുത്തെ കറന്റ് പ്രസിഡന്റ്, ഹി ഡസൻ ലൈക്ക് ദാറ്റ്. അത് കാരണം പുള്ളി അതിനൊരു വ്യത്യാസമൊക്കെ വരുത്താൻ പോകുന്നു, ലോട്ടറി സിസ്റ്റം നിർത്താൻ പോകുന്നു എന്നൊക്കെയുള്ള ന്യൂസൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കാര്യമൊക്കെ മാറുമായിരിക്കും. പക്ഷെ ഇപ്പം നിലവിലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വെയിലടിക്കുന്നു. ഓക്കെ, അപ്പോൾ H1B ഇനിയിപ്പോൾ H1Bയുടെ ഡിപ്പെൻഡൻസിനെ കുറിച്ച് പറയാം. H1Bയുടെ ഡിപ്പെൻഡന്റിനെ J2ന്റെ ഡിപ്പെൻഡന്റ് വന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. H1Bയുടെ ഡിപ്പെൻഡന്റ് വരാൻ പറ്റും. ഇനിയിപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി ഉടനെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. H1Bയുടെ ഡിപ്പെൻഡന്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് സ്റ്റാർട്ട് ഫയലിംഗ് ഫോർ ഗ്രീൻ കാർഡിന് വേണ്ടി ഫയൽ ചെയ്യണം. H1 വിസ ഹോൾഡർ ഗ്രീൻ കാർഡിന് വേണ്ടി ഫയൽ ചെയ്തിട്ട് ഗ്രീൻ കാർഡിന്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ട്, I-140 എന്ന് പറഞ്ഞ സ്റ്റേജ്. അപ്പോൾ ഈ I-140 സ്റ്റേജ് ക്ലിയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ H1Bയുടെ ഡിപ്പെൻഡന്റിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് നിലവിലത്തെ ഇവിടെ ഒരു സിറ്റുവേഷൻ. അതിലൊന്നും വലിയ വ്യത്യാസം വരത്തില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതാണ് H1B വിസയുടെ കാര്യം. ഇനി H1B വിസയെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് വിസ കോമൺ ആയിട്ടുള്ള വിസയാണ്. കോമൺ മീൻസ് സ്റ്റുഡൻസ് വരുന്ന വിസയാണ് F വിസ. അപ്പോൾ സ്റ്റുഡൻസ് ഇവിടെ ഒത്തിരി നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും പൊതുവെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കാറുണ്ട്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലോട്ട് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് ഇവിടെ വന്ന് F വിസയിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ തന്നെ മിക്കവരും ലോൺ എടുത്തിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 വർഷം OPT പീരീഡ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് OPTയിൽ വർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ആ OPT നിൽക്കുന്ന സമയത്ത് തന്നെ സപ്പോസ് നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു, അപ്പം ഈ 2 വർഷം OPT പീരീഡാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പോകേണ്ടി വരുമെന്ന് ഇൻഡസ്ട്രിക്ക് അറിയാം. അപ്പോൾ നിങ്ങളെ വിടാനായിട്ട് ഇൻഡസ്ട്രിക്ക് താല്പര്യമില്ല, നിങ്ങളെ ഇവിടെ നിർത്താനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ക്യാൻ സ്പോൺസർ യു ഫോർ എനി വിസ എന്നല്ല, മോസ്റ്റ്ലി H1B വിസയാണ് ഇൻഡസ്ട്രിക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേര്, എംപ്ലോയർ, ആ ഇൻഡസ്ട്രി നിങ്ങളുടെ പേര് H1B ലോട്ടറി സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്യുകയും നിങ്ങൾക്ക് ലോട്ടറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യുമോ, നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് ലൈഫ് ലോങ് നിൽക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് പ്രോസസ്സിങ്ങിലോട്ടും അങ്ങനെയുള്ള സ്റ്റേജിലോട്ടൊക്കെ പോവുക. സോ ദാറ്റ് ഈസ് സ്റ്റുഡൻറ് വിസ F വിസ. ഇനിയിപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന ഡിപ്പെൻഡൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസിന് അൺഫോർച്ചുനേറ്റ്ലി ദേ കനോട്ട് വർക്ക് ഹിയർ. ഡിപ്പെൻഡൻസിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ദേ കനോട്ട് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഡിപ്പെൻഡൻസി ഇൻകം ഏൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് വോളണ്ടിയർ ചെയ്യണം, പൈസ മേടിക്കാണ്ട് വെറുതെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാം, അല്ലാണ്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സ്റ്റുഡൻറ് വിസയുടെ കാര്യം. എല്ലാം പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വിസ ഒരു L വിസ എന്ന് പറയും. L വിസ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാനേജർ പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന വിസയാണ് L വിസ. പിന്നെ TN വിസ എന്ന് പറയും. ഇപ്പം കാനഡയിലൊക്കെ ഉള്ള കനേഡിയൻ സിറ്റിസൺസിന് ഇവിടെ ഒന്ന് വർക്ക് ചെയ്യാം. TN വിസ എന്ന് പറയുന്നൊരു വിസ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒന്ന് വർക്ക് ചെയ്യാം. അതൊക്കെ എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവർക്ക് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള വിസ. എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് സ്റ്റുഡൻറ് വിസയിൽ വരാം. പിന്നെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് ഇവിടുത്തെ ഓൺ സൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഇൻഡസ്ട്രി മാറി ഇവിടെ ഓൺ സൈറ്റുള്ള ഇൻഡസ്ട്രിയിലോട്ട് മാറി അങ്ങനെ ട്രൈ ചെയ്താൽ നടക്കുമായിരിക്കും. പിന്നെ റിസർച്ച് സ്കോളേഴ്സ് വരുന്ന വിസ J വിസ. അതാണ് 3 മെയിൻ കാറ്റഗറി. അല്ലാണ്ട് പിന്നെ ഉള്ള വിസ എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന വിസ.
ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന വിസ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരാം. ബി വിസ, അതിന്റെ 2 കാറ്റഗറി എന്തോ ഉണ്ട്, B1 B2 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 കാറ്റഗറി ബി വിസയാണ്, ടൂറിസ്റ്റ് വിസ. അപ്പൊ ടൂറിസ്റ്റ് വിസയിൽ നിങ്ങൾക്ക് ഇവിടെ ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാട് കാണാൻ വരുന്നവർ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ്, നിങ്ങൾക്ക് ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ ഫിലിം സ്റ്റാർസ് ഒക്കെ വന്നിട്ട് അവരിവിടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാനും ഷൂട്ടിങ് അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വരുന്നതൊക്കെ ഈ എനിക്ക് തോന്നുന്ന ബി വിസയിലായിരിക്കും. ബി വിസയിൽ വരാം. പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫാമിലിയെ വിസിറ്റ് ചെയ്യണം, നിങ്ങളുടെ മക്കൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്ററും കൂടെ മേടിച്ചിട്ട് നിങ്ങൾ വിസ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ടൂറിസ്റ്റ് വിസ കിട്ടും. കാരണം ടൂറിസ്റ്റ് വിസയിലെ കേസിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ബാക്കി എല്ലാ രാജ്യങ്ങളെയും പോലല്ല അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. US വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടാണ് US വിസ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ ടൂറിസ്റ്റ് വിസയിൽ തന്നെ അവരിങ്ങനെ കുറേ സ്ക്രൂട്ടിനൈസ് ചെയ്യും. നിങ്ങളിവിടെ അമേരിക്കയിൽ വന്നിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യത്തില്ല, നിങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പ് വരുത്തിയിട്ടാണ് ടൂറിസ്റ്റ് വിസ മോസ്റ്റ് കോമൺലി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊരു പെർമനന്റ് ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ സം വേ യു ആർ കമ്മിറ്റഡ് ദെയർ എന്ന് അവർക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വിസ കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇത്രയും നാളും. ഐ ഡോണ്ട് നോ ലൈക്ക് വാട്ട് ഓൾ ചേഞ്ചസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം റീസെൻ്റ്ലി ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു, ഇങ്ങനെ ടൂറിസ്റ്റ് വിസയിൽ മക്കളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്ന പേരൻസിന് അവർക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടെന്നുള്ളത്. ഇത്രയും നാളും അങ്ങനെ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ തിരിച്ചുവിട്ട കേസൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കാരണം നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. സോ റൂൾസ് ആർ ഗെറ്റിംഗ് മോർ സ്ട്രിക്റ്റ്. അപ്പോൾ എത്രത്തോളം ഇതൊക്കെ ചേഞ്ച് വരുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ എന്നോട് ഇങ്ങനെ 1-2 പേര് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇതങ്ങ് പറയാമെന്ന് വിചാരിച്ചു, ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെയിൻ കാറ്റഗറീസ് ഓഫ് വിസ എന്ന് പറയുന്നത്. പിന്നെ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാന്നൊക്കെ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു പോയി. ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് ഗ്രീൻ കാർഡ് കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഹിയർ. കാരണം ഇപ്പം നിലവിൽ ഞാൻ ഗ്രീൻ കാർഡ് തന്നെ 3 കാറ്റഗറി ഉണ്ട് കേട്ടോ. EB1, EB2, EB3 എന്ന് പറയുന്നത്. EB1 എന്ന് പറയുമ്പം ഹൈ എൻഡ് കാറ്റഗറിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ PhDയോ റിസർച്ച് പബ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേറ്റന്റ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ EB1 കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ EB1 കാറ്റഗറിയിൽ ഈസിയാണ്, കുറച്ചുകൂടെ ഈസിയാണ് കിട്ടാനായിട്ട്. ഇപ്പൊ EB1 കാറ്റഗറിയിൽ 2022 ഇന്ത്യക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഈ ഗ്രീൻ കാർഡൊക്കെ കിട്ടുന്ന ഓരോ കൺട്രികളെ ബേസ് ചെയ്തിട്ട് ഓരോ രാജ്യത്തിനാണ് കൊടുക്കുന്നത്, ആൾക്കാരുടെ ഒരു ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ EB1 കാറ്റഗറിയിലുള്ളവർക്ക് 2022 അപ്ലൈ ചെയ്തവർക്കാണ് ഗ്രീൻ കാർഡ് കിട്ടിയത്. പിന്നെ അടുത്ത നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് EB2, EB3 എന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്നവർ, ഇങ്ങനെ ഹൈ ലെവലിലൊന്നും അല്ല, നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്നവരുടെ ലാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് വെയിറ്റ് ആണ്. 2012 ആണെന്നാണ് എൻ്റെ ഒരു അതെ 2012 അപ്ലൈ ചെയ്തവർക്കാണ് ഇപ്പൊ കിട്ടുന്നത്. സോ ഇഫ് യു കാൽക്കുലേറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് 13 ഇയേഴ്സിന്റെ ഒരു ലാഗ് ആണുള്ളത്. 2012 നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ ഇപ്പൊ ഗ്രീൻ കാർഡ് കിട്ടുന്ന ലാഗ്. അപ്പൊ ഈ വർഷം 2025 നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10-15 വർഷമൊക്കെ കഴിഞ്ഞ്, ഇനിയിപ്പോൾ അതിങ്ങനെ ലാഗ് കൂടത്തല്ലേ ഉള്ളൂ, 15 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഗ്രീൻ കാർഡ്. അപ്പം അത് ഭയങ്കര വിദൂരമായ ഒരു സ്വപ്നമാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് ഗ്രീൻ കാർഡ്. പിന്നെ ഞാൻ പറഞ്ഞ H1B വിസയിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ H1B വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ എങ്കിലും H1B വിസയിലൊക്കെ J1 ഈ വിസകളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വൺസ് നമ്മുടെ ജോലി പോയി കഴിഞ്ഞാൽ നമുക്ക് വിസ സ്പോൺസർ ചെയ്യാനായിട്ട് നമ്മുടെ സ്പോൺസർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് പർട്ടിക്കുലർ പീരീഡൊക്കെ ഉണ്ട്, ആ പീരീഡിലൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് നൂലാമാലകളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അമേരിക്ക ഈസ് നോട്ട് എ ഗ്രേറ്റ് കൺട്രി. പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഗ്രീൻ കാർഡൊക്കെ മേടിച്ച് സെറ്റിൽ ചെയ്യാന്നുള്ള ആഗ്രഹമൊന്നും അതൊന്നും നമുക്ക് ഈസി അല്ല. ഇപ്പം എൻ്റെ കേസിൽ തന്നെയാണെങ്കിലും എനിക്കിപ്പം എൻ്റെ ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് സപ്പോസ് ടു സ്റ്റേ ഹിയർ, ഐ ഹാവ് ടു ഗോ ബാക്ക്. അപ്പം നമുക്കിവിടെ ജോലി ഉള്ളിടത്തോളം കാലം ഇവിടെ വർക്ക് ചെയ്യുക, അവർ പറഞ്ഞു വിടുമ്പോൾ തിരിച്ചു പോവുക, അത്രേ ഉള്ളൂ. സോ അതാണ്. ഇപ്പം ബാക്കി നമുക്കിപ്പം കാനഡയിലോ അല്ലെങ്കിൽ വേറെ കുറേ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോയാലും നമുക്ക് അവിടെയൊക്കെ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ. അവിടെയൊക്കെ റൂൾസൊക്കെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. എങ്കിലും കമ്പാരിറ്റീവ്ലി അമേരിക്കയിലെ പോലല്ല ബാക്കി എല്ലാ രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അമേരിക്ക ഈസ് എ വെരി ഡിഫിക്കൽട്ട് കൺട്രി ടു സെറ്റിൽ ചെയ്ത് നമുക്ക് ഗ്രീൻ കാർഡൊക്കെ കിട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വിസയിലൊക്കെ ആണെങ്കിൽ എൻ്റെ J വിസ, H1B വിസ അങ്ങനെയൊക്കെ ഉള്ള വിസകളിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക്
വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ജോലി ചെയ്യായിരിക്കും, ബട്ട് വി കനോട്ട് ഏൺ ഇൻകം. അപ്പം നമുക്ക് വിസ സ്പോൺസർ ചെയ്യുന്ന ആ എംപ്ലോയറിൻ്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ ഒരു രീതിയിലും ഇൻകം ഏൺ ചെയ്യാൻ, ഇപ്പോൾ ഈ യൂട്യൂബിൽ നിന്നൊക്കെ മോണിറ്റൈസ് ചെയ്ത് ഇൻകം ഏൺ ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാനിത് എൻ്റെ ഒരു ഫണ്ടിന് വേണ്ടി അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. സോ അതാണ് വേറൊരു പ്രശ്നം. അപ്പം ഇങ്ങനെ കുറേ എനിക്ക് തോന്നുന്നില്ല വേറൊരു രാജ്യത്ത് ഇങ്ങനെ നമുക്ക് ഒരു ജോലിയിൽ നിന്ന് മാത്രമേ ഇൻകം ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കടുത്ത നിയമങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അല്ലാണ്ട് ഇവിടെ വരുന്ന ആൾക്കാരില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പം ന്യൂസിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അങ്ങനെ ഒരു 1.1 crore ഇല്ലീഗൽ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് 2022 രേഖ അനുസരിച്ച് 1.1 crore ആൾക്കാർ ഇവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ മെക്സിക്കോ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ വന്നവരെ US ഗവൺമെൻറ് ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. 20,000-ഓളം ഇന്ത്യക്കാരെ തിരിച്ചു വിട്ടോ 20,000 ഇന്ത്യക്കാരെ തിരിച്ചുവിടാൻ പോകുന്നു എന്നൊക്കെയുള്ള ന്യൂസൊക്കെ നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും. സോ അത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ, അതൊരിക്കലും ലീഗലായിട്ടുള്ള കാര്യമല്ല. അതിന് ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. വി കനോട്ട് സപ്പോർട്ട് ദാറ്റ്. കാരണം അവരുടെ കാര്യം മേ ബി അവർക്ക് അവരുടെ രാജ്യത്ത് നിൽക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ എങ്കിലും ഈ ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുന്നത്, എല്ലാത്തിനും ഒരു സന്തുലിതാവസ്ഥയുണ്ടല്ലോ, അത് നഷ്ടപ്പെടുവാണല്ലോ ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ വാട്ട് ഐ വാസ് സപ്പോസ് ടു ടെൽ ഇൻ ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഹൗ ടു മൂവ് ടു USA. സോ ഇതൊക്കെയാണ് USA വരാനുള്ള വഴികൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഐ എം ഹാപ്പി ടു take more videos about that. That's all. So you all take care. Bye bye.